സന്ദീപ് വാര്യർ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതും താങ്കൾ കേട്ടിരിക്കും. ഇന്ന് പാർലമെന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളും താങ്കൾ കണ്ടിരിക്കും. ചെങ്കോലുമായുള്ള സ്വീകരണം ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതാണോ എന്നുള്ള ചോദ്യം, ആ ചോദ്യം ഇനി ചോദിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുന്നു, അതിന്റെ ഓരോ സൂചനകൾ ഓരോ ദിവസവും നൽകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ദീർഘമായിട്ട് പ്രേംകുമാറും അതുപോലെ തന്നെ സണ്ണിക്കുട്ടി എബ്രഹാമും സംസാരിച്ചു കഴിഞ്ഞു. CPM-ന്റെ കാര്യങ്ങൾ ശ്രീ പ്രേംകുമാറും അതുപോലെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സണ്ണിക്കുട്ടി എബ്രഹാമും ആ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തടസ്സപ്പെടുത്തിയാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. ഇവിടെ ഈ ചോദ്യത്തിന് വാസ്തവത്തിൽ പ്രസക്തിയില്ല. കാരണം ചെങ്കോലുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നിങ്ങളുടേതടക്കമുള്ള മാധ്യമങ്ങളിൽ പാർലമെന്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതാണ്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണമൊക്കെ കാലാകാലങ്ങളിൽ നൽകിയതാണ്. എനിക്ക് തോന്നുന്നത് പല ആളുകളും അതിനെ നിയമപരമായി പോലും നേരിടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അവരെല്ലാം അതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ചെങ്കോലുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് C. രാജഗോപാലാചാര്യയോട് മൗണ്ട് ബാറ്റനും നെഹ്റുവും ചേർന്ന് ആവശ്യപ്പെടുകയാണ്. ഈ അധികാര കൈമാറ്റം അതിനൊരു ഒരു സിംബോളിക് ആയിരിക്കണം. അങ്ങനെ സിംബോളിക് ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അതിനെ ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ C. രാജഗോപാലാചാരി നിർദ്ദേശിക്കുകയാണ് ചോള രാജാക്കന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള ചെങ്കോൽ കൈമാറിക്കൊണ്ടാവാം എന്ന് പറയുകയും അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആചാര്യന്മാർ വന്ന് ഈ ചെങ്കോൽ ആഗസ്റ്റ് മാസം 14-ാം തീയതി 47 നെഹ്റുവിന് കൈമാറുന്ന ചടങ്ങ് നടന്നു. അതിന്റെ ചിത്രങ്ങളടക്കം ലഭ്യമാണ്. ഇതെല്ലാം ലഭ്യമായിട്ടും ഇപ്പൊ പറയുകയാണ് ചെങ്കോൽ എന്ന് പറയുന്നത് എന്നിട്ട് ആ ചെങ്കോൽ എവിടെയായിരുന്നു കൂടി പറഞ്ഞോളൂ പറയാണ്. ശ്രീ സന്ദീപ്, സാരാനാഥിന്റെ അശോകസ്തംഭം എന്നിട്ട് ആ ചെങ്കോൽ എവിടെയായിരുന്നു? അല്ല, നെഹ്റു എവിടേക്കാണ് ചെങ്കോൽ വെച്ചത്? അല്ല, ഞാൻ പറയാം. സാരാനാഥിൽ അശോകസ്തംഭം പോലെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ പ്രതീകം പോലെ, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ പ്രതീകം പോലെ, പാരമ്പര്യത്തിന്റെ പ്രതീകം പോലെ കാണേണ്ട ഒരു കാര്യമാണ്. അതിന് ഇത്രയും കാലം അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല, അതിന് റെസ്പെക്ട് കിട്ടിയില്ല. ആ റെസ്പെക്ട് തീരുമാനിക്കേണ്ടത് നെഹ്റു ആണെന്ന് ഞാൻ കരുതുന്നില്ല. നെഹ്റു അങ്ങനെ പല പോരായ്മകളുമുള്ള ആളായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നെഹ്റു എന്ത് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ചരിത്രത്തിന്റെ, നമ്മുടെ പഴമയുടെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ മഹനീയതയെ അളക്കാൻ കഴിയില്ല. നെഹ്റു അല്ല അതിന്റെ അളവുകോൽ. അതുകൊണ്ട് ചെങ്കോൽ അന്ന് നടന്ന ചടങ്ങിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരിച്ച് ആ ചെങ്കോൽ പാർലമെന്റിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്തമായിരുന്നു ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നോക്കൂ, തമിഴ്നാട്ടിലെ ഒരു ചടങ്ങ്, ചോള രാജാക്കന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള ചടങ്ങ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ കൊണ്ടുപോയി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ അതിനെ അംഗീകരിക്കല്ലേ വേണ്ട? വലിയൊരു കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്? തമിഴ്നാടിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യ ചടങ്ങിനെ ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അതിനെ അംഗീകരിക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യല്ലേ വേണ്ടത്? അതിനെ എന്തിനാണ് അപമാനിക്കുന്നത്? നിങ്ങൾ തമിഴന്മാരെ മൊത്തം അപമാനിക്കുന്ന പോലെയല്ലേ, തമിഴ്നാടിനെ അപമാനിക്കുന്ന പോലെയല്ലേ, തമിഴ് സംസ്കാരത്തെ അല്ലേ വാസ്തവത്തിൽ അവഹേളിക്കുന്നത്? ചെങ്കോൽ രാജാവും അധികാരവും, രാജാവും ചെങ്കോലും അതൊന്നും അല്ലല്ലോ. ഇവിടെ ജനാധിപത്യ സംവിധാനമാണല്ലോ. അപ്പോൾ ഒരു രാജാവാണ് ഇവിടെ ഭരിക്കുന്നതെന്നും ബാക്കിയെല്ലാവരും പ്രജകളാണ് എന്നതുമുള്ള തോന്നൽ ഉണ്ടാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചെങ്കോലുമായുള്ള നിങ്ങളുടെ വിശദീകരണം ഇത് തന്നെയാണ് എന്നുള്ള കാര്യം അറിയാം. താങ്കൾ പറഞ്ഞോളൂ. സർക്കാർ നടപ്പാക്കിയതാണ് രാമക്ഷേത്രം, അല്ലേ? രാമക്ഷേത്ര പ്രതിഷ്ഠ സർക്കാരിന്റെ നേട്ടമായിട്ടാണ് ഇന്ന് രാഷ്ട്രപതി വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞോട്ടെ, 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടല്ലേ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നത്? സത്യപ്രതിജ്ഞ ചെയ്തൊന്നുമായിട്ട് എനിക്ക് ഉറപ്പില്ല, പക്ഷെ അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രിയായിട്ടാണല്ലോ. അപ്പോൾ രാജാവായിട്ടല്ലല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് നടന്ന ചടങ്ങ് അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങായിരുന്നു. ആ പ്രതീകാത്മകമായ ചടങ്ങ് രാജ്യത്തിന്റെ തമിഴ് പാരമ്പര്യത്തെ ആദരിച്ചുകൊണ്ടുള്ളതായിരുന്നു. ആ തമിഴ് പാരമ്പര്യത്തെയാണ് ഞങ്ങൾ വീണ്ടും ആദരിച്ചിട്ടുള്ളത്. അതിലൊരു തെറ്റുമില്ല. ഇനി നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രത്യേക ഘട്ടത്തിൽ തമിഴ് പാരമ്പര്യത്തെ എന്താ പറയാ ആദരിക്കാനൊക്കെ തോന്നുന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളതും മനസ്സിലാക്കാവുന്നതാണ്. താങ്കൾ വിശദീകരിച്ചോളൂ. അല്ല, അതിന്റെ സമയമൊക്കെ നിങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നല്ലേ നടപ്പാക്കാൻ പറ്റും? ഞങ്ങൾ അധികാരത്തിലപ്പോൾ ഞങ്ങൾ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇഡി വിളിപ്പിക്കാൻ ഒരു പ്രത്യേക സമയമുണ്ട്, അല്ലേ? മുന്നണിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ഒരു പ്രത്യേക സമയമുണ്ട്. അത് നടപ്പാക്കുകയാണ്. അത് നിങ്ങൾ നികേഷ് കുമാറോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. ഈട് ഏത് സമയത്താണ് വിളിപ്പിക്കാന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ശ്രീ സന്ദീപ് വാര്യർ കുറച്ചുകൂടി മാന്യമായി ചർച്ചയിൽ പങ്കെടുക്കണം. താങ്കൾ കുറച്ച് മാറി എന്നാണ് ഞാൻ വിചാരിച്ചത്. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരിക. താങ്കൾ കുറച്ച് മാന്യമായി ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്കൾ അല്പം മാറി എന്നാണ് വിചാരിച്ചത്, പക്ഷേ താങ്കൾ വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുകയാണ്.
ഞാൻ മാന്യത വിട്ട് എന്താ പറഞ്ഞത്? അതെന്താ എന്റെ പഴയതൊക്കെ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താ എന്റെ സ്വഭാവത്തെ, എന്റെ വ്യക്തിപരമായി എന്താ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? വ്യക്തിപരമായിട്ടല്ല, ചർച്ചയിൽ താങ്കൾ എടുക്കാറുള്ള രീതിയെ കുറിച്ചാണ് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത്. ചർച്ചയിൽ താങ്കൾ നിലവിട്ട് പെരുമാറിയിട്ടുണ്ട് മുൻപ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇവിടെ മാന്യമായ ഒരു ചർച്ച നടക്കുമ്പോൾ താങ്കൾ വേറെ രൂപത്തിലേക്ക് അത് കൊണ്ടുപോകരുത്. ഒരു തവണയാണ്. അല്ല സ്മൃതി, വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ നിൽക്കരുത്. ഞാൻ ഈ വിഷയത്തിൽ ED-യുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ED വിളിച്ചവരോട് ചോദിക്കണം എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് എന്നെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ അവസരം തരണം. ആ മറുപടി ഞാൻ പറയുന്ന സമയത്ത് എന്തിനാണ് എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്നത്? രണ്ടുപേരോട് സണ്ണിക്കുട്ടി അബ്രഹാമും സന്ദീപ്, ചർച്ചയാണല്ലോ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ചർച്ചയിൽ സംശയങ്ങൾ ചോദിക്കുക. താങ്കൾ പറഞ്ഞ ശേഷമല്ലല്ലോ. സന്ദീപ് ഇന്നോ ഇന്നലെയല്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. സന്ദീപ് ഇന്നോ ഇന്നലെയല്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് സന്ദീപ്, അല്ലേ? ഇപ്പോൾ പറയുന്നതിൽ ഇടയ്ക്കുള്ള ഒരു അഭിപ്രായത്തിൽ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെങ്കിൽ അതിനിടയ്ക്കാണല്ലോ ചോദിക്കുക. സ്മൃതി, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. അല്ല, ഇത് ചോദിക്കലല്ല ഉണ്ടായത്. ഒരു മിനിറ്റ് സ്മൃതി, ഒരു മിനിറ്റ്. സ്മൃതി റിപ്പോർട്ടിൽ വന്നപ്പോൾ കുറച്ച് മാറി എന്നാണ് ഞാനും കരുതിയിരുന്നത്. അങ്ങനെയല്ല എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യം പറയട്ടെ, എന്നോട് വ്യക്തിവിരോധം ഇപ്പോഴും സൂക്ഷിക്കുന്നു. പലപ്പോഴും പുറത്തുള്ള ഓൺലൈൻ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തടക്കം എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സന്ദീപ് ആവശ്യമില്ലാത്തതിലേക്ക് കടക്കണ്ട. ചർച്ചയ്ക്കിടയിൽ നടന്ന കാര്യങ്ങളല്ലാതെ എനിക്ക് സന്ദീപിനോട് വ്യക്തിപരമായ ഒരു ബന്ധവുമില്ല. വ്യക്തിപരമായി ഞാൻ വിളിക്കാറുമില്ല. നമ്മൾ ചർച്ചയിൽ എല്ലാവരും സംസാരിച്ചിട്ടുമില്ല. സന്ദീപ്, അതവിടെ നിർത്തിക്കോളൂ. ബാക്കി ചർച്ചയിലേക്ക് കടന്നോളൂ. അല്ല, ഞാനും സ്മൃതിയും തമ്മിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നേവരെ ചർച്ചയിൽ മോശമായി പെരുമാറിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഞാൻ സ്മൃതിയും തമ്മിൽ ഒരു ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. താങ്കൾ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സന്ദീപ്, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടക്കണമെന്നില്ല. നമുക്ക് ഇതിലേക്ക് വരാം. ചർച്ചയിൽ എന്നോട് മോശമായി പെരുമാറിയിട്ടൊക്കെ ഉണ്ട്. താങ്കൾക്ക് ഓർമ്മയില്ലായിരിക്കും. അല്ല, ഞാൻ താങ്കളോട് ഒരു ചർച്ചയിലും സന്ദീപ് ഈ വിഷയത്തിലേക്ക് വരൂ. സന്ദീപ് വിഷയത്തിലേക്ക് വരൂ. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, അതെ, ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അത് അത്തരം കാര്യങ്ങളിലേക്ക് സ്മൃതിയാണ്. ഞാൻ എന്തായാലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അങ്ങേയറ്റത്തെ ആദരവോട് കൂടിയിട്ട് മാത്രമേ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൃത്യമായി പറഞ്ഞോട്ടെ. അങ്ങനെയെങ്കിൽ വിഷയത്തിലേക്ക് വരും. നാരീശക്തിയാണല്ലോ നിങ്ങളുടെ മന്ത്രം. നാരീശക്തിയാണല്ലോ നിങ്ങളുടെ മന്ത്രം. അപ്പോൾ അത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കും. അല്ല, തീർച്ചയായിട്ടും. എന്തിനാണ് സ്മൃതിക്ക് വേവലാതിയാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ രണ്ടുപേരും പറഞ്ഞ സമയത്ത് സ്മൃതി ഇൻപുട്ടാണ് കൊടുത്തത്. എന്നെ ഇന്ററപ്റ്റ് ചെയ്യണം. അതാണ് മാറ്റം എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത്. എന്നോട് ചോദ്യമല്ല ചോദിക്കുന്നത്. എന്നോട് ചോദ്യം ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. പക്ഷേ അതിനിടയിൽ സ്റ്റേറ്റ്മെന്റുകൾ സ്മൃതിയുടേതായിട്ട് പറയുന്ന സമയത്താണ് പ്രശ്നമുള്ളത്. എന്നോട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഇനി മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷേ അത് സ്റ്റേറ്റ്മെന്റുകളായിട്ട് മാറരുത്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ വിഷയങ്ങളിൽ, ഈ സെങ്കോൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അധികാരം, ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ സർക്കാർ ഇരിക്കുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ സർക്കാർ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി കിട്ടിയിട്ടുണ്ട്. അതിനാരുടെയും തിട്ടൂർ ആവശ്യമില്ല. അതവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അവിടെ പ്രധാനമന്ത്രി പോയതുമായി ബന്ധപ്പെട്ടും അതിനെ ഒരു ഹിന്ദു ക്ഷേത്രമായി പോലും കണക്കാക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന്റെ അതിലുള്ള അധികാരം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ശ്രീരാമക്ഷേത്രത്തെ ഒരു ഹിന്ദുക്കളുടെ വികാരമായി രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടതാണ്. കോടിക്കണക്കിന് ഭക്തരവിടെ പോകുന്നു. ആ ഭക്തരുടെ വികാരത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് അതൊരു ഹിന്ദു ക്ഷേത്രമല്ല എന്നൊക്കെ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത് വാസ്തവത്തിൽ ആ വിശ്വാസികൾ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.